കണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ വരുന്നതും പോകുന്നതൊന്നും ആരും അറിയുന്നില്ലല്ലോടാ. നീ ഇതെപ്പോഴും എങ്ങോട്ടാ മുങ്ങുന്നത്? ഒരു ബാംഗ്ലൂർ യാത്ര, 3 ദിവസത്തെ പ്രോഗ്രാം, യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഒരു പേപ്പർ വായിക്കാനുണ്ട്. നീ വരുന്ന? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എപ്പോഴാ യാത്ര? ദേ ഇറങ്ങായി. അവന്റെ അന്ത്യം ഈ പടികളിലായാലോ? ഒന്ന് പരീക്ഷിക്കാം. എന്താടാ? എന്തു പറ്റി? ഞാനൊന്ന് സ്ലിപ്പായതാ, കുഴപ്പമില്ല. നീ പോയി ബാക്കിയുള്ളത് ഞാൻ എടുത്തോണ്ട് വാ. വിഷ്ണു, അനിയൻകുട്ടൻ വന്നോ? വന്നു, അവൻ താഴെ കാണും. അനിയൻകുട്ട, അമ്മ ശരിക്കും രക്ഷപ്പെടുകയായിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. അനിയൻകുട്ടൻ വന്നോന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങായിരുന്നു. ഒരു പോക്കങ്ങ് പോയി. ഓടിച്ചെന്നെടുക്കുമ്പോ ഞാനും വഴുക്കി. അമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല. കല്യാണി പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. എല്ലാം എന്റെ തെറ്റാ. നിങ്ങൾ എല്ലാവരുടെയും സന്തോഷം ഞാനാ ഇല്ലാതാക്കിയത്. നീ ചിന്തിച്ചത് വേറെ, അനിയൻകുട്ടൻ ചിന്തിച്ചത് വേറെ. ഒന്നും ആലോചിക്കാതെ ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഒടുക്കം വീണതും ആശുപത്രിയിലായതും എല്ലാരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മ. അതാണ് സത്യം. അനിയൻകുട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെയൊക്കെ പെരുമാറിയതിന് മാപ്പ് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഞാൻ അതിശയിച്ചു പോയി. എന്നെ ഏടത്തിയമ്മയെന്ന് വിളിച്ചിട്ടാ പോയത്. പോകുന്നതിന് മുൻപേ മുത്തശ്ശിയുടെ കാൽക്കിൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. ഏട്ടത്തിയമ്മയെന്ന് വിളിച്ചാലും മുത്തശ്ശിയെ നമസ്കരിച്ചാലും എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. അവൻ മനസ്സിലെന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അതിന്റെ തുടക്ക അമ്മയുടെ വീഴ്ച. എന്താ പറഞ്ഞത്? ഹേയ്, ഒന്നുമില്ല. കുഞ്ഞമ്മ ഒന്ന് മനസമാധാനത്തോടെ കണ്ടിട്ട് വേണം എനിക്ക് ജനറൽ വാർഡിൽ പോയി മറ്റൊരാളെ കാണാൻ. അതാരെ? നമ്മുടെ രാധയെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച ലൈൻമാൻ ദിനേശൻ പോസ്റ്റേന്ന് ഷോക്ക് അടിച്ച് നേരെ താഴേക്ക് വീണു. 2 കാലിനും ഒരു കൈക്കും പ്ലാസ്റ്റർ. 1 വർഷത്തേക്ക് പോസ്റ്റേ കയറാൻ പറ്റിയല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അയ്യോ, അപ്പൊ രാധയുടെ കല്യാണം? ആ കല്യാണം ഇനി നടക്കുകയല്ല. പോസ്റ്റേന്ന് വീണപ്പോഴ അവന് തൃത്താലയിൽ വേറെ ഭാര്യയും കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അവൻ വീണെന്ന് കേട്ടതും കൊച്ചിനെ ഒക്കത്തെടുത്തോണ്ട് അവളും വന്നത് ആ വാർഡിൽ ഇരിപ്പുണ്ട്. ഭർത്താവ് പോസ്റ്റേന്ന് വീണ് ചത്താ നഷ്ടപരിഹാരം കിട്ടുമെന്ന് ആരോ അവളോട് പറഞ്ഞു. അത് കിട്ടി അവള് സ്ഥലം വിടും. നീ കൊണ്ടുവരുന്ന ആലോചനകളെല്ലാം എന്താ ശിവൻകുട്ടി ഇങ്ങനെ പോസ്റ്റേന്ന് വീഴുന്നത്? നേരാവണ്ണം നിവർന്നു നിൽക്കുന്ന ഒന്നും നിന്റെ കയ്യിലില്ലേ? ആ പാവം രാധ എന്ത് പിഴച്ചു? അവളോട് നീ എന്ത് സമാധാനം പറയും? വിഷ്ണുവിടെ എനിക്ക് അവനെയും കുട്ടിയെ ലൈൻമാനെ ചെന്നിട്ട് 2 പൊട്ടിക്കണം. പുറത്തോണ്ട് ഇപ്പൊ ഇനി പൊട്ടിച്ചിട്ട് എന്താ കാര്യം? പൊട്ടിക്കേണ്ടത് നിന്നെയാ. അറിഞ്ഞില്ലേ? ഇവൻ കൊട്ടി കോഴിച്ചോണ്ട് വന്ന ലൈൻമാൻ നേരത്തെ കെട്ടിയതാടാ. ഞാൻ അറിഞ്ഞു. ആരും വിഷമിക്കണ്ട. നിശ്ചയിച്ച തീയതിക്കുള്ളിൽ വേറെ ലൈൻമാനെ കിട്ടിയില്ലെങ്കിൽ രാധയെ ഞാൻ കെട്ടും. നീ കിട്ടുവോ?
അവൾക്ക് വിധിച്ചിരിക്കുന്ന ഒരു ലൈൻമാൻ ആണെങ്കിൽ ആ ലൈൻമാൻ ആകാൻ ശിവൻകുട്ടിക്ക് യാതൊരു വിഷമവും ഇല്ല. ഏട്ടാ ചായ. അതെ, ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഏതായാലും ഇവിടം വരെ വന്നില്ലേ, അല്ലേ കൊച്ചേട്ടാ? ഒരു ചായ കുടിക്കാനുള്ള മൂഡ് ഇപ്പോഴും. ചൂട്. പതുക്കെ കുടിക്ക്. ഇതെന്താ ചായ വീണതാ? ഏയ് സാരല്ല. അമ്മേ, നിനക്കെന്താടാ ഭ്രാന്തായോ? ഇങ്ങനെയുണ്ട് ഒരു കുട്ടി? കുറെ ദിവസമായി ഭ്രാന്തകളി തുടങ്ങിയിട്ട്. നിന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി മോനെ? ഇങ്ങനെ തട്ടിമറിക്കാനാണോ നീ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നത്? എന്തിനാ എല്ലാരും കൂടെ അവനെ ഇങ്ങനെ കടിച്ചു കീറുന്നത്? അവനൊന്നും ചെയ്തിട്ടില്ല. ചായ നന്നല്ല, അത് കുടിക്കാതിരിക്കാൻ അവൻ തട്ടിയത്. നീ വാ, നമുക്ക് പുറത്തു പോയി നിൽക്കാം. ശോ, കൊല്ലാൻ നടക്കുകയല്ലേ? ചോദിച്ച പ്രാണം പോലും പറിച്ചു തരാൻ കാത്തു നിൽക്കുന്ന ഈ ഏട്ടനെ വിഷം ചേർത്ത ചായക്കപ്പ് ട്രേ തിരിച്ചു പിടിച്ചാൽ മാറിപ്പോകുമെന്ന് നീ ഓർത്തില്ലല്ലേ? കോണിപ്പടിയിൽ എണ്ണയൊഴിച്ച് തലയടിച്ച് വീഴ്ത്തി എന്നെ കൊല്ലാനൊരുക്കിയ കെണിയിൽ അമ്മ വന്ന് വീഴുമെന്നും നീ അറിഞ്ഞില്ല. എനിക്ക് നിനക്ക് നന്മ വരുത്താൻ ഏതു നേരവും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ അമ്മ. ആ അമ്മയെ തന്നെ നിന്റെ കെണിയിൽ ചെന്ന് വീഴാൻ ദൈവം ക്ഷണിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നിന്റെ മനസ്സിൽ നീ കൊണ്ടു നടക്കുന്ന ചെകുത്താനെ തോൽപ്പിക്കാനാ. എനിക്കിപ്പോ ഒരു കാര്യം വ്യക്തമായി. നിനക്ക് അമ്മയല്ല കൊല്ലേണ്ടത്, അച്ഛനെയല്ല. ആരെങ്കിലും കൊന്നാ മതിയായിരുന്നെങ്കിൽ ആ കപ്പുകൾ നീ തട്ടിമറിക്കില്ല. നിനക്ക് കൊല്ലേണ്ടത് എന്നെയാണ്, എന്നെ മാത്രം. ഇനി പറ, എന്താ നിന്റെ മനസ്സില്? നിന്നെ മകനായി മാത്രമേ ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ. അനിയനെ മകനായി കാണുന്ന ഏട്ടന് ആ മകൻ വിധിച്ചിട്ടുള്ള ശിക്ഷയുടെ കാരണം അറിഞ്ഞേ പറ്റൂ. പറയടാ. ആരുടെ ഏട്ടൻ? നിങ്ങൾ എന്റെ ഏട്ടനാണെന്ന് ആരാ പറഞ്ഞത്? അതെന്റെ അമ്മയാണോ? എന്നെ പ്രസവിച്ചത് ആ സ്ത്രീയാണോ? ആ മനുഷ്യൻ എന്റെ അച്ഛനുമല്ല, ഞാൻ അയാളുടെ മകനുമല്ല. മോനെ വേണ്ട, എന്നോട് ഇനി സ്നേഹം കാണിച്ചൊന്നും മാറ്റി പറയണ്ട. എന്നെ എല്ലാവരും ചേർന്ന് മോനെ എന്ന് വിളിച്ച് പറ്റിക്കായിരുന്നു. കുട്ടിക്കാലം മുതലേ എന്നെ മാറ്റി നിർത്തി നിങ്ങളെ മാത്രം താലോലിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നെ പ്രസവിച്ചത് ആ അമ്മയല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളുടെ അച്ഛന്റെ മകനല്ലാത്തതുകൊണ്ട്. നിനക്കെന്ത് പറ്റിയടാ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് എനിക്കിപ്പോ അറിയാം. എന്റെ അച്ഛനെ ഞാൻ കണ്ടു. ഞാനൊരു ഭ്രാന്തന്റെ മകനാ. എന്തിനാ മറച്ചു വെച്ചത്? എന്തിനാ എന്നെ എടുത്തു വളർത്തിയെങ്കിലും ഒറ്റപ്പെടുത്തിയത്? എന്തിനാ എല്ലാം തട്ടിയെടുത്തത്? എനിക്കിനി ആരുമില്ല, എനിക്ക് ആരും വേണ്ട. ഓർത്തോ, സ്വന്തം മകനും എടുത്തു വളർത്തിയ മകനും രണ്ടും രണ്ടാ. അങ്ങനെ എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ ഒരുത്തനാ. അതിന് കൂട്ടുനിന്നവരാ നിങ്ങളുടെ അച്ഛനും അമ്മയും.